നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് സിലബസ് വെച്ച് അതല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന വളരെ ചെറിയൊരു പോർഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഈ ചാപ്റ്ററിൽ കളയാൻ പറ്റില്ല. മറ്റുള്ള ചാപ്റ്ററുകളിലൊക്കെ ചോദിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് ചോദിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആയിരിക്കും ഈ ചാപ്റ്റർ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ, ഇത് വളരെ ഹെൽപ്ഫുള്ളായ വിവരങ്ങൾ അടങ്ങിയൊരു ചാപ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഉപയോഗപ്പെടുന്ന ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിലെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നന്നായി പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ അത് ഒരുപാട് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിലൊരുപാട് ഇവൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ വിവി പാരസ് ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ്, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താ നമുക്ക് റീപ്രൊഡക്ഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസമാണ്, വിവി പാരസ് ആണ്. വിവി പാരസ് ഓവർ വിവി പാരസ്, ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷനിൽ ഒരുപാട് ഇവൻസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് ഇവൻസ് ഇൻ ഹ്യൂമൻ ഇൻക്ലൂഡ്സ് ദ ഫസ്റ്റ് ഇവൻറ്റ് ഏതാ നമുക്ക് പറയാൻ പറ്റുക? ദ ഫസ്റ്റ് ഇവൻറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ് ഫോർമേഷൻ ആണ് ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് മെയിൽ ഗ്യാമേറ്റ് സ്പേം. ഓക്കെ, സ്പേംസ് ആർ ഫോം. ഇൻ ഫീമെയിൽ ദ ഗ്യാമേറ്റ് ഈസ് ഓവം. ഓക്കെ, സോ ഓവം ആൻഡ് സ്പേം ഫോർമേഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. ദിസ് പ്രോസസ് കോൾഡ് ഗ്യാമറ്റോജെനസിസ്. ഓക്കെ, അങ്ങനെ ഗ്യാമേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമേറ്റ് ടു ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Okay, second step. That means transfer of sperm, male gamete sperm into the female genital tract. Okay, so first process എന്ന് പറഞ്ഞാൽ gametogenesis ആണ്. The second process is transfer of sperm into the female genital tract. That process is called insemination. Okay, so when a male gamete enter into female genital tract, if the situation is okay, what will happen? Female gamete ovum fuses with male gamete sperm. Okay, so that is the third process, fusion of male and female gamete. That process is called fertilization. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ gametes. So fertilization leading to formation of zygote. ഓക്കെ, അപ്പോൾ ഗ്യാമറ്റോജെനസിസ് നടന്നു, സ്പേം ട്രാൻസ്ഫർ നടന്നു, ദാറ്റ് പ്രോസസ് കോൾഡ് ഇൻസെമിനേഷൻ. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഫെർട്ടിലൈസേഷൻ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലാന്റേഷൻ ആണ്. ഇംപ്ലാന്റേഷൻ മീൻസ് എന്താ? ദിസ് ഫോം ഫെർട്ടിലൈസ്ഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് സൈഗോട്ട് attached to the uterine wall. Okay, and this zygote undergo a lot of development changes and it developed into a blastocyst എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നു. മോറുല, ഗ്യാസ്ട്രുല, ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, സോ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എവിടെ പോയി അറ്റാച്ച് ചെയ്യുന്നത്? യൂട്രസിൻ്റെ വോളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. പിന്നെ സംഭവിക്കുന്നു, ദിസ് ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി യൂട്രൈൻ വാളിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്മെൻറ്റ് ടു ദി യൂട്രൈൻ വാൾ, ദാറ്റ് പ്രോസസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഫിഫ്ത്ത് പ്രോസസ് ഈസ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇംപ്ലാന്റേഷൻ നടന്നു, ഗ്യാമറ്റോജെനസിസ് നടന്നു, ഇൻസെമിനേഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നു. ആ ഫെർട്ടിലൈസർ ചെയ്ത ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ് ചെയ്തു, ദാറ്റ് പ്രോസസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇനി ഇംപ്ലാന്റ് ചെയ്ത ആ ബ്ലാസ്റ്റോസിസ്റ്റ് അണ്ടർഗോ ഫർദർ ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ, ഇറ്റ് ടേക്ക് ടൈം
for the development of embryo. Okay, that embryonic development, that process is called gestation. That is a gestation period. 10 മാസം ചുവന്ന് പറയുന്ന ആ ഒരു പീരീഡാണ്. ഓക്കെ, ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഡെലിവറി ഓഫ് ദ ബേബി. ഡെലിവറി ഓഫ് ദ ബേബി ഈസ് കോൾഡ് പാർച്ചുറേഷൻ. സോ ഓൾമോസ്റ്റ് ഒരു 6 ഇവൻ്റായിട്ട് നമുക്ക് പറയാം ഈ റീപ്രൊഡക്ഷനെ. ഗ്യാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, പിന്നെ തേർഡ് പ്രോസസ് എന്താ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, ഫിഫ്ത്ത് പ്രോസസ് ജെസ്റ്റേഷൻ ആൻഡ് സിക്സ്ത് പ്രോസസ് പാർച്ചുറേഷൻ. ഇതിലിപ്പോൾ ഒരു കാര്യം പറയാം, എൻ്റെ ലാപ്ടോപ്പ് അടിച്ചു പോയതുകൊണ്ട് PPTയിൽ ഫുൾ ഡീറ്റെയിൽസ് കാണില്ല. അപ്പോൾ നിങ്ങൾ പിന്നീട് ഞാൻ നോട്ട് തരാം. അപ്പോൾ ക്ലാസ് കൃത്യമായി ശ്രദ്ധിക്കുക, ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കാം. ഓക്കെ, സോ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സ് നമുക്ക് 6 റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സ് ആണ് പറഞ്ഞത്. ഇപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സും അടുത്ത് വരാൻ പോകുന്ന പോർഷൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓർ സിസ്റ്റം, ഇതൊക്കെ സെൽഫ് സ്റ്റഡിയാണ്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, സോ 6 ഇവൻറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. ഗ്യാമറ്റോജെനസിസ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്, ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ട്, ജസ്റ്റേഷൻ നടക്കുന്നുണ്ട്, ഫൈനലി പാർച്ചുറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ 6 ഇവൻറ്റിലൂടെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിലൂടെ കടന്നു പോകേണ്ടത്. പിന്നെ അതിലുള്ള ഹോർമോണുകൾ, ഈ ഓരോ ഇവൻസിലും ഹോർമോണിന് റോളുണ്ട്. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഹോർമോണിന് മേജർ റോളുണ്ട്. ഹോർമോൺ ചേഞ്ചുകൾ, ഹോർമോൺ ഫ്ലക്ച്വേഷനൊക്കെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സെൽഫ് സ്റ്റഡിയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദി picture of male reproductive system or male reproductive tract. Okay, so if we look at the picture, we can see some important region, and the male reproductive system includes different parts, different region. One is called a pair of testis. A pair of testis is present in male reproductive system, and we can see so many accessory ducts. So many accessory ducts are present and glands are present. Accessory gland picture le kaanam, bulbourethral gland, prostate gland. Okay, പിന്നെ ഡക്ട്സ്, ഇജാക്കുലേറ്ററി ഡക്ട്, ഒരുപാട് ഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. സോ എ പെയർ ഓഫ് ടെസ്റ്റിസ് ഇസ് എ മെയിൻ reproductive organ. Then accessory ducts are present, glands are also present, and external genitalia, external opening, external genitalia. These are the major reproductive parts present in the male reproductive system. അതിൽ first and most important one is testis. Testis are the primary sex organ. Testis are the primary sex organ. So these testis produce sperm. Okay, sperms are produced by the testis, and also testis is a male sex organ, and this testis also secrete the male sex hormone called testosterone. Male sex hormone called testosterone. So two important function of testis is testis secrete sperm, produce sperm. Sperm is the male gamete, and the second one, testis also secrete male sex hormone testosterone. Okay, so these testis
These testes are situated outside the abdominal cavity. Okay, its position is just below the abdominal cavity, and it is situated in a pouch, within a pouch called scrotum. സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആണ് ആൻഡ് സിറ്റുവേറ്റഡ് വിതിൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടൽ സാക്കിൻ്റെ ഉള്ളിലാണ്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പൊസിഷൻ? വൈ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് എ സ്ക്രോട്ടൽ സാക്ക് or outside the abdominal cavity. Okay, so ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു 8-9 മാസം പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ആദ്യം ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലുണ്ടാവുക. ദെൻ ദേ ഡിസൈൻ ഇൻ ടു ദി സ്ക്രോട്ടൽ സാക്ക്. ഈ ടെസ്റ്റിസ് ഫസ്റ്റ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലുണ്ടാവും. പിന്നെ അത് ഈ 8 മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ അല്ലെങ്കിൽ ജനിച്ച ശേഷമായിരിക്കും ഇത് പതുക്കെ ഒരു ഇൻഗ്വിനൽ കനാൽ വഴിയായിട്ട് പുറത്തേക്ക് ഇറങ്ങും. സ്ക്രോട്ടൽ സാക്കിൽ താഴത്തേക്ക് വരും. ഓക്കെ, ഇത് സ്ക്രോട്ടൽ സാക്കിലാണ് ഉണ്ടാവുക. അത് നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ ഒരു 2-2.5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു 35-34 ഒക്കെ ആക്കി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രോട്ടൽ സാക്കിലേക്ക് ഈ ടെസ്റ്റിസ് മൂവ് ചെയ്യുന്നത്. സ്ക്രോട്ടൽ സാക്കിലേക്ക് ടെസ്റ്റിസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ദ പ്രോപ്പർ formation of spermatogenesis, the temperature must be lower than our body temperature. 2-2.5 കുറയ്ക്കുന്നതിൻ്റെ റീസൺ അതാണ്. that helps for spermatogenesis process. ഓക്കെ, അപ്പോൾ ഇതാണ് ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിൽ പുറമെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴത്ത് വന്ന് വയ്ക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ നോക്കുക എന്നുണ്ടെങ്കിൽ, ടെസ്റ്റിസ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ തിക് ഫൈബ്രസ് ക്യാപ്സ്യൂൾ. എ ക്യാപ്സ്യൂൾ ഈസ് പ്രസൻറ്റ് outside the testis. Testis is entirely covered by a capsule, thick fibrous capsule called tunica albuginea. Okay, testis is covered by a capsule called tunica albuginea. Okay, and we can see lot of compartments inside the testis. Testis contain lot of compartment or lobules. നമുക്ക് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 കമ്പാർട്ട്മെന്റ്സ് കാണാം. പക്ഷെ ടോട്ടൽ ഇതൊരു സൈഡിൽ നിന്ന് മാത്രം ജസ്റ്റ് കാണിച്ചത് ഒരു പിക്ചർ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ബട്ട് ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ് ടോട്ടലി കണ്ടെയ്ൻ ഓൾമോസ്റ്റ് അബൌട്ട് 250 കമ്പാർട്ട്മെന്റ്സ്. 9 ഒന്നല്ല, total 250 compartments are present in a single testis. Each testis contain about 250 compartments. These compartments are called testicular lobules. Okay, so testis contain testicular lobules. Okay, and each testicular lobule, അവിടെ yellow കളറിൽ നമുക്ക് കാണാൻ പറ്റും. Each testicular lobule contains seminiferous tubule. 1 to 3 highly coiled ആയിട്ടുള്ള, ഓക്കെ, ഇതിൽ ഒരെണ്ണം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. 1 to 3 നമ്പർ കാണാം. ഹൈലി കോയിൽഡ് ആയിട്ടുള്ള seminiferous tubules are present. Okay, so testis is covered by a tunica albuginea, a tough capsule covering, thick tough capsule covering called tunica albuginea. Inside the testis we can see a lot of almost 250 compartments called testicular lobule. Inside the testicular lobule we can see 1 to 3 seminiferous tubules. Okay, clear alle seminiferous tubule. What is the function of these seminiferous tubules? From these seminiferous tubules sperms are produced. So this seminiferous tubule, seminiferous epithelium, it consists of 2 type of cells.
seminiferous epithelium consists of two type of cell. ഈ yellow color കാണുന്ന ആ region we can see two type of cell. Okay. One is male germ cells. Male germ cells. Male germ cells are present in the seminiferous. This is a major type of cell present in the seminiferous tubule. Male germ cell. ആ germ എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാം. germ cell എന്ന് പറയുമ്പോൾ അത് gamete related ആണ്. Okay. Male germ cells are also called spermatogonia. Spermatogonia. Okay. Male germ cells. Another type of cells are also present along with these male germ cells. It is called serotoli cells. Serotoli cell. So, in the structure of seminiferous tubule, we can see two type of cell. One is called male germ cells and the second one is serotoli cell. Serotoli cells are actually supporting cells. They support spermatogonia. They support spermatogonia for sperm production. Okay. So, spermatogonia means the cells from where sperms are produced. Okay. So the male germ cells undergo meiotic division, finally leading to sperm formation. Male germ cells are from the male germ cells, they undergo meiotic division. Meiotic, mitotic division difference namukariya. Meiotic division and finally they form sperm. But the function of serotoli cell, they just support the spermatogonia. Okay, serotoli korchu functions vere undu. Important ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ serotoli cells provide nutrition to the germ cells. They provide nutrition to the germ cells. Serotoli cells provide nutrition to the germ cells. Okay, so the major part is thick tough capsule. അതിൽ ഉള്ളത് compartment ആണ് testicular lobule, and inside the compartment we can see seminiferous tubule. 1, 2, 3 seminiferous tubules are present. Seminiferous tubules has two type of cell. One is called spermatogonia, that is related to sperm production, and the another type of cell is serotoli cell. They are supporting cell. Okay, they provide nourishment, nutrients to the sperm cells. Okay, and the seminiferous tubule is the major part of testicular lobule. Okay, and outside the seminiferous tubule there is a region. The region outside the seminiferous tubule, it also has an importance. Okay, that region outside the seminiferous tubule is called interstitial space. Interstitial space. This interstitial space made up of connective tissue. Or space alla, it is made up of connective tissue. Okay, so the region outside the seminiferous tubule is called interstitial space. This space contain blood vessel. Blood vessel ഉണ്ടാവും. ഇതുപോലെ തന്നെ a special type of cells present in the interstitial space. മുമ്പേ പറഞ്ഞിട്ടുണ്ട്. Interstitial cells of Leydig cells. Interstitial cells of Leydig cells. Leydig cells എന്ന് വിളിക്കുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ കാണാം. Interstitial cells of Leydig or Leydig cells. LEYDIGCELLS. Leydig cells. Okay. Leydig cells ഒരു മേജർ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് ആൻഡ്രോജൻ. Okay, androgen is secreted from the Leydig cells. So sex hormone ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ആൻഡ്രോജനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന റീജിയൻ ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയൻ്റെ മേജറായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താ? ദിസ് സെക്സ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് secondary sexual character development, sperm formation, and accessory sex organs are also developed. Accessory sex organs. So secondary sexual characters, മെയിലും ഫീമെയിലും ഉണ്ടാവുന്ന secondary sexual characters നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, എൻഡോക്രൈനോളജി എടുത്ത് പറഞ്ഞതാണ്. സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആക്സസറി സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാമേറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഫങ്ഷനായിട്ട് വരുന്നത്. ഇപ്പോൾ സെക്കൻഡറി സെക്സ് ഓർഗൻ, ആക്സസറി സെക്സ് ഓർഗൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് ആക്സസറി ഡെക്സ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ 4 നമ്മൾ പറഞ്ഞു. ഒന്ന് പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. രണ്ടാമത്തത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ആ ടെസ്റ്റിസിന് പുറത്തേക്ക് വരുന്ന ആക്സസറി ഡെക്സുകളാണ്. ഓക്കെ, ആക്സസറി ഡക്റ്റുകൾ.
ഓക്കെ, അക്സസറി ഡക്റ്റുകൾ, ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അക്സസറി ഡക്റ്റുകൾ. അപ്പോൾ അക്സസറി ഡക്റ്റുകളിൽ നമുക്ക് ദേ ആർ കോൾഡ് മെയിൽ സെക്സ് അക്സസറി ഡക്റ്റ്. ഇത് നമുക്ക് നോക്കാം. മെയിൽ സെക്സ് അക്സസറി ഡക്റ്റുകൾ നമുക്ക് നോക്കാം. സോ ഇവിടെ മേജർ ആയിട്ടുള്ള അക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് റേറ്റെ ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ്. റേറ്റെ ടെസ്റ്റിസ്. ദ സെക്കൻഡ് വൺ ഈസ് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വാസ് ഡിഫറൻസ്. Was difference. Okay, so the first one is rate testis, and the second one is vasa efferentia, and the third one is epididymis, and the fourth one is was difference. These are the major accessory duct: rate testis, vasa efferentia, epididymis, and was difference. Okay, so അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് റേറ്റഡ് ടെസ്റ്റിസ് ആണ്. റേറ്റഡ് ടെസ്റ്റിസ് അങ്ങനെ ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്ത് കാണുന്നില്ല. റേറ്റഡ് ടെസ്റ്റിസ് ആണ്. ഇതിലുണ്ട് റേറ്റഡ് ടെസ്റ്റിസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റേറ്റഡ് ടെസ്റ്റിസ്. സോ ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഓക്കെ, സോ 250 compartment testicular lobules are present in a testis, and each compartment contains 1 to 3 seminiferous tubule. Seminiferous tubule രണ്ട് ടൈപ്പ് സെല്ലുകൾ, spermatogonia and Sertoli cell. Function already discussed. Okay, so ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റിലും 3 എണ്ണം വെച്ച് ടോട്ടൽ അപ്പോൾ ഒരു 750 സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാവുക അല്ലേ, 3 എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ. സോ ദ അഡ്ജസൻറ്റ് സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇങ്ങനെ വരുന്ന അഡ്ജസൻറ്റ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ത് ചെയ്യും? ദേ ജോയിൻ ടുഗദർ and form a network of channels called rate testis. This seminiferous tubule which is present inside the testicular lobule, they join together, form a network of channel. A channel like structure is formed. Okay, all these adjacent seminiferous tubules are connected and join to form a network of channel. ഒരു capillary പോലെ നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നു. That is called rate testis. Rate testis. ഓക്കെ, സോ റേറ്റഡ് ടെസ്റ്റിസ് ആണ് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദി റേറ്റഡ് ടെസ്റ്റിസ് എ സീരീസ് ഓഫ് 5 ട്യൂബ്യൂൾസ് ആർ ഫോം. ഇറ്റ് ഈസ് കോൾഡ് വാസ എഫറൻഷ്യ. ഓക്കെ, സോ റേറ്റഡ് ടെസ്റ്റിസ് ഈസ് ആക്ച്വലി പ്രസന്റ് ഇൻസൈഡ് ദി ടെസ്റ്റിസ്, ഇൻസൈഡ് ദി ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗമാണ് ട്യൂണിക്ക അൽബുജിനിയ. അതിൻ്റെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറാണ് ഈ പറഞ്ഞ റേറ്റഡ് ടെസ്റ്റിസ്. റേറ്റഡ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്തുണ്ടാവുന്നതാണ്. 1 മുതൽ 3 വരെ ടെസ്റ്റിക്കുലർ ലോബ്യൂൾ ഉണ്ടാവും. ദാറ്റ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ജോയിൻ ടു ഫോം. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് റേറ്റഡ് ടെസ്റ്റിസ് പറയുന്നത്. ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു യെല്ലോ കളറിൽ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്ന ഈ ഒരു റീജിയനാണ് റേറ്റഡ് ടെസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. Okay, and this rated testis further form a series of 5 tubules. That 5 tubules are called vasa efferentia. Vasa efferentia. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ, ഇത് റേറ്റഡ് ടെസ്റ്റിസ്. അതിൻ്റെ പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. പുറത്തേക്ക് നിൽക്കുന്ന ആ സ്ട്രക്ചറാണ് വാസ എഫറൻഷ്യ. ഓക്കെ, എ സീരീസ് ഓഫ് 5 tubules called വാസ എഫറൻഷ്യ. പക്ഷെ വാസ എഫറൻഷ്യ എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള ആളല്ല, പുറത്തുള്ള ആളാണ്. വാസ എഫറൻഷ്യ എന്ത് സംഭവിക്കും? ദേ ലീവ് ദ ടെസ്റ്റിസ്. എങ്ങനെ? ബൈ പിയേഴ്സിങ് ത്രൂ ദി ട്യൂണിക്ക അൽബുജിനിയ. ദേ പിയേഴ്സ് ദി ട്യൂണിക്ക അൽബുജിനിയ. ദേ കം ഔട്ട് ഓഫ് ദി ട്യൂണിക്ക അൽബുജിനിയ. പിയേഴ്സ് ത്രൂ ദി
tunica albuginea and they come out of the tunica albuginea. So the position of rated testis is inside the tunica albuginea and vasa efferentia is located outside the tunica albuginea. They pierces out of the tunica albuginea. ആ പിക്ചറിൽ കാണാം പുറത്തേക്ക് ഇങ്ങനെ വരുന്ന ആ സ്ട്രക്ചറാണ്. ഇതിങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ, ആ ഭാഗമാണ് ട്യൂണിക്ക അൽബുജിനിയ എന്ന് പറയുന്നത്. സോറി, വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ആഫ്റ്റർ ദി വാസ എഫറൻഷ്യ ഓപ്പൺസ് ഇൻ ടു അനദർ റീജിയൻ കോൾഡ് എപ്പിഡിഡൈമിസ്. ഓക്കെ, വാസ എഫറൻഷ്യ ലീവ് ദ ടെസ്റ്റിസ്. എങ്ങനെയാണ് ലീവ് ചെയ്യുന്നത്? By piercing through the tunica albuginea, then it open into another structure called epididymis, another duct called epididymis. It is highly coiled and folded tube. Epididymis നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതാ ഈ കാണുന്ന ഹൈലി കോയിൽഡ് ആയിട്ട് കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ ആണ് എപ്പിഡൈമിസ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രീൻ കളറിൽ ആ ഒരു ഹെഡ് ഓഫ് എപ്പിഡൈമിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ എപ്പിഡൈമിസ് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഫോൾഡഡ് ആയിട്ടുള്ള റീജിയൻ ആണ് എപ്പിഡൈമിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാസ എഫറൻഷ്യ ലീവ് ദ ടെസ്റ്റിസ് ബൈ പിയേഴ്സിംഗ് ത്രൂ ദി ട്യൂണിക്ക അൽബുജിനിയ ആൻഡ് ഓപ്പൺ ഇൻ ടു എപ്പിഡൈമിസ്. സോ ഇറ്റ് ഈസ് എ ഹൈ കോയിൽഡ് ആൻഡ് ഫോൾഡഡ് ട്യൂബ് ആണ്. എപ്പിഡൈമിസ് ഹാസ് സം ഇമ്പോർട്ടൻറ്റ് റോൾ. The main role of epidermis is, in this region, the sperms are temporarily stored. During the journey, sperms once stored in this epidermis temporarily. Okay, but temporary storage of sperm occurred in this epidermis region. Actually, from the seminiferous tubule, sperms are produced through spermatogonia cell in the sperms are produced through meiotic division, and it is transferred to the second region, rated testis. From the rated testis, vasa efferentia, and it reaches epidermis, and it is temporarily stored in this epidermis region. Clear alle? Epidermis store cheyunu. So epidermis is a folded and coiled tube. These sperm are temporarily stored in this epidermis. Okay, അപ്പോൾ എപ്പിഡൈമിസിൻ്റെ പൊസിഷനൊക്കെ കൃത്യമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പിഡൈമിസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കാണുന്നതാണ് ഏത് റീജിയനാണ്? വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, എപ്പിഡൈമിസ് is followed by vas deferens, a partially coiled tube. Vas deferens. Epidermis highly coiled ആണ്, but vas deferens is a partially coiled tube. It arises from the epidermis and it passes through the inguinal canal and finally it reaches abdominal cavity. ഓക്കെ, ബാക്കിയൊക്കെ ഇൻഗ്വിനൽ കനാലിലൂടെ താഴത്തേക്ക് വന്നിട്ടാണ് ഈ സ്ക്രോട്ടത്തിലാണ് ഇത് കിടക്കുന്നത്, ആര് ടെസ്റ്റിസ് കിടക്കുന്നത്. പക്ഷേ ഈ വാസ് ഡിഫറൻസ് മുകളിലേക്ക് പോകുന്നു, അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കോയിൽഡ് ട്യൂബ്, ബട്ട് ഇറ്റ് ഈസ് പാർഷ്യലി കോയിൽഡ് ട്യൂബ് കോൾഡ് വാസ് ഡിഫറൻസ്, arises from the epidermis, begins from the epidermis and passes through the inguinal canal and it finally ends in abdominal cavity. Okay, so we can see in the picture vas deferens എന്ന് എഴുതിയിട്ടുണ്ട്. vas deferens സൂക്ഷിച്ച് നോക്കുക, vas deferens. ഓക്കെ, ഇതാ vas deferens. സോ vas deferens ഇതാ ഇവിടെ ഇതാണ് vas deferens. vas deferens വരെ ക്ലിയർ ആണ്. ഓക്കെ, സോ vas deferens ഇങ്ങനെ പോയിട്ട് നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയോ? യൂറിനറി ബ്ലാഡറിൻ്റെ ഭാഗത്തേക്കാണ്. ഓക്കെ, so we can see in the picture this vas deferens near the urinary bladder joins with a duct. Vas deferens joins with a duct from the accessory gland called seminal vesicle to form a common ejaculatory duct.
ഓക്കെ. സോ നിയർ ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ആരാ? യുറേറ്റർ ആണ്. ഓക്കെ. യുറേറ്റർ എവിടെ നിന്ന് വരുന്നതാണ്? കിഡ്നിയിൽ നിന്ന് വരുന്നതാണ് അല്ലേ? കിഡ്നിയിൽ നിന്ന് കളക്റ്റിംഗ് ഡക്റ്റ് ജോയിൻ ചെയ്തിട്ട് യുറേറ്റർ ഉണ്ടാവുന്നു. ദാറ്റ് യുറേറ്റർ ഓപ്പൺസ് ഇൻ ടു യൂറിനറി ബ്ലാഡർ. ആ യൂറിനറി ബ്ലാഡറിലേക്ക് വാസ് ഡിഫറൻസ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? യൂറിനറി ബ്ലാഡറിലേക്ക് യുറേറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടോ? ഓപ്പൺ ചെയ്യുന്നു ഇല്ല. ഓക്കെ. ബട്ട് നിയർ ദ യൂറിനറി ബ്ലാഡർ what will happen? The two vas deferens joins with another duct. That duct is coming from seminal vesicle. Seminal vesicle is an accessory organ, accessory gland ആണ്, accessory reproductive gland ആണ്. So it joins with a duct from the seminal vesicle to form a common duct called ejaculatory duct. Okay. So vas deferens is coming from testis and another duct coming from the seminal vesicle joined together form a common duct called ejaculatory duct. ഈ ejaculatory duct, these ducts open into the urethra. യുറേത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ejaculatory duct open into the urethra. ഓക്കെ. സോ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേം ഫോം ചെയ്യുന്ന സ്പേം ആദ്യം റേറ്റ് ടെസ്റ്റിസ് വഴി വാസ് എഫറൻഷ്യയിലേക്ക് കടന്ന് വാസ് എഫറൻഷ്യയിൽ നിന്ന് എപ്പിഡൈമിസിലേക്ക് പോയി, എപ്പിഡൈമിസിൽ നിന്ന് വാസ് ഡിഫറൻസിൽ പോയി, അങ്ങനെ അപ്പുറത്ത് രണ്ട് ടെസ്റ്റിസിൻ്റെയും ഈ പറഞ്ഞ സെമിനൽ വാസ് ഡിഫറൻസ് ജോയിൻ ചെയ്തിട്ട് എവിടേക്ക് ജോയിൻ ചെയ്യും? അത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഡക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് എ കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഇസ് ഫോം. ഓക്കെ. ദാറ്റ് കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു യുറേത്ര. അപ്പോൾ യുറേത്ര ഇപ്പോൾ എന്തായിട്ട് മാറി? ഒരു യൂറിനോ ജനൈറ്റൽ ഡക്റ്റായിട്ട് മാറി. യൂറിൻ ഫ്രം ദി യൂറിനറി ബ്ലാഡർ ആൻഡ് സ്പേം ഫ്രം ദി വാസ് ഡിഫറൻസ്. സെമിനൽ വെസിക്കിളിൽ നിന്ന് എന്താ വരുന്നത്? അവിടെ ബൾബോ യുറേത്ര ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, ഇവിടെ നിന്നൊക്കെ വരുന്നത് ദ റിമൈനിങ് പാർട്ട്, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് സെമൻ. ഓക്കെ. സ്പേം എവിടെ നിന്ന് വരുന്നു? സെമിനിഫറസ് ട്യൂബ്യൂൾ ടെസ്റ്റിസ് നിന്ന് വരുന്നു. ബാക്കിയുള്ള സെമൻ, ബാക്കിയുള്ള ഫ്ലൂയിഡ് പാർട്ടൊക്കെ വരുന്നത്, ഫ്രക്ടോസും മറ്റെല്ലാം വരുന്നത് ഈ പറഞ്ഞ അസസറി ഗ്ലാൻഡുകളിൽ നിന്നാണ്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അക്സസറി ഗ്ലാൻഡുകളാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ദ മെയിൽ അസസറി ഗ്ലാൻഡ്. മെയിൽ അസസറി ഗ്ലാൻഡ്സ് ഇൻക്ലൂഡ് പെയർഡ് സെമിനൽ വെസിക്കിൾസ്, എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറേത്ര ഗ്ലാൻഡ്. ഓക്കെ. സെമിനൽ വെസിക്കിൾ നമ്മൾ പറഞ്ഞു. It also has prostate gland. The male accessory glands also include prostate glands and paired bulbourethral glands. Bulbourethral glands are also called Cowper's gland. Okay. So all these glands have their own secretion. ഇപ്പോൾ സെമിനൽ വെസിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രക്ടോസ് ഉണ്ടാവും, സിട്രിക് ആസിഡ് ഉണ്ടാവും, മറ്റ് പല ന്യൂട്രിയൻ സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ. ഇതൊക്കെ കൂടി ചേർന്നൊരു ഫ്ലൂയിഡാണ് സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിൽക്കി ആൽക്കലൈൻ സെക്രീഷൻ ഉണ്ടാവും. ഓക്കെ. ഒരു മിൽക്കി ആൽക്കലൈൻ സെക്രീഷൻ സെക്രീറ്റഡ് ബൈ ദി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ആൽക്കലൈൻ സെക്രീഷൻ തന്നെ, ആൽക്കലൈൻ മ്യൂക്കസ് തന്നെ ആര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് പറഞ്ഞ ഗ്ലാൻഡും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബൾബോയുറേത്ര ഗ്ലാൻഡ്. സോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മിൽക്കി ആൽക്കലൈൻ സെക്രീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബൾബോയുറേത്ര ഗ്ലാൻഡ് ഓൾസോ ഹാസ് എൻ ആൽക്കലൈൻ മ്യൂക്കസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസിഡിക് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യും ആര്? ഈ ആൽക്കലൈൻ സെക്രീഷൻ ഓഫ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ. ഈ ലൂബ്രിക്കേഷൻ, പെനിസിന് വേണ്ട ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഫൈനലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് ഈ ബൾബോയുറേത്രൽ ഗ്ലാൻഡിനുള്ള സെക്രീഷനാണ്. ബൾബോയുറേത്രൽ ഗ്ലാൻഡ് സെക്രീഷൻ give a lubrication of the penis is done by the secretion from the bulbourethral gland.
അപ്പോൾ സ്പേമിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് സെമനായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കാനുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്. അതാണ് ഫൈനലായിട്ട് കാണുന്ന ഗ്ലാൻഡ്. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ. ഓക്കെ, പെനിസിന് വേണ്ട ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ ബൾബോ യുറേത്രൽ ഗ്ലാൻഡാണ്. പിക്ചറിൽ നമുക്ക് കാണാം ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് നമ്മൾ കണ്ടു. ഓക്കെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താ എപ്പിഡൈമിസ് വന്ന് വാസ് ഡെഫറൻസ് വന്ന് നേരെ ഇവിടെ എത്തിയിട്ട് അത് സെമിനൽ വെസിക്കിളുമായിട്ട് രണ്ട് സെമിനൽ വെസിക്കിളെ ഗ്ലാൻഡ് ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു കോമൺ ഡക്റ്റ് ആവുന്നു. അവിടേക്ക് തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരുന്നു. അവിടെ തന്നെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് വരുന്നു. കംപ്ലീറ്റ് ജോയിൻ ടുഗദർ ടു ദി ആൻഡ് എ കോമൺ ജാഗുലേറ്ററി ഡക്റ്റ് ഈസ് ഫോം ആൻഡ് ഓപ്പൺസ് ഇൻ ടു യുറേത്ര. നൗ യുറേത്ര ബിക്കം യൂറിനോജെനൈറ്റൽ ഡക്റ്റ്. യൂറിനോജെനൈറ്റൽ ഡക്റ്റ് ആയിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? സോ അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പെയർ ഓഫ് ടെസ്റ്റിസ് പഠിച്ചു, നെസസറി ഡക്ട്സ് കണ്ടു, ഗ്ലാൻസ് കണ്ടു. ഇനി അടുത്ത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയാണ്. ഓക്കെ, അതിൽ മേജറായിട്ട് വരുന്നത് യുറേത്ര. യുറേത്ര സെർവ്സ് ആസ് എ കോമൺ യൂറിനോജെനൈറ്റൽ ഡക്റ്റ്. കോമൺ യൂറിനോജെനൈറ്റൽ ഡക്റ്റ് ആണ് യുറേത്ര. ബോത്ത് യൂറിൻ ആൻഡ് sperm, semen are passed through the urethra. That's why it is called common urinogenital duct. Okay, so urethra നമ്മൾ excretory system കണ്ടതാണ്. urinary bladder is there. urinary bladder connects to urethra. There is a sphincter called urethral sphincter. Okay, and this urethra extends through the penis to external opening called urethral opening, urethral meatus. ഓക്കെ, യുറേത്രൽ മീറ്റസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയായിട്ട് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ പെനിസിലൂടെയാണ് യുറേത്ര പാസ് ചെയ്യുന്നത്. യുറേത്ര പാസസ് ത്രൂ ദി പെനിസ്. സോ ലാസ്റ്റ് പാർട്ട് ഈസ് പെനിസ്. ഓക്കെ, ഇറ്റ് ഈസ് ദി യൂറിനോജെനൈറ്റൽ ഓർഗൻ പെനിസ്. യുറേത്ര അതിൻ്റെ ഉള്ളിലാണ് കാണുക. ഓക്കെ, സോ മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങളാണ് മേജറായിട്ട്, പെനിസ് ആൻഡ് സ്ക്രോട്ടം. ഓക്കെ, സ്ക്രോട്ടത്തിൽ കാണുന്ന ടെസ്റ്റിസ്. ദിസ് ഇസ് ദ മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. പെനിസിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പെനിസ് ഹാസ് എ ബേസൽ റൂട്ട് റീജിയൻ ആൻഡ് എ ഫ്രീ എൻഡ്, ഫ്രീ ബോഡി കോൾഡ് ഷാഫ്റ്റ്. ഓക്കെ, സോ പെനിസ് കൺസിസ്റ്റ് ഓഫ് എ ബേസൽ റൂട്ട്, ഫസ്റ്റ് പാർട്ട് അതിൻ്റെ റൂട്ട് റീജിയൻ, ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ഷാഫ്റ്റ്, ഫ്രീ ബോഡി കോൾഡ് ഷാഫ്റ്റ്. ഓക്കെ, സോ ഇതിനാണ് ബേസൽ റൂട്ട് എന്ന് പറയുന്നത്. This part is shaft. Okay, and shaft has an enlarged sensitive tip. The enlarged sensitive tip of the end region, it's highly sensitive and enlarged portion. That region is called glans penis. Okay, ഇത് കാണാൻ നിങ്ങൾക്ക് glans penis. Enlarged sensitive part is called glans penis. Okay, this glans penis is covered by a loose fold of skin. A skin covers this glans penis. അതാണ് കട്ട് ചെയ്യുന്ന ഭാഗം. ഓക്കെ, മാർക്കം ചെയ്യുന്ന ഭാഗം. ഇറ്റ് ഈസ് കോൾഡ് ഫോർ സ്കിൻ ഓർ പ്രിപ്യൂസ്. ഫോർ സ്കിൻ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. ഫോർ സ്കിൻ ഓർ പ്രിപ്യൂസ് എന്ന് വിളിക്കുന്ന ഫോർ സ്കിൻ. അപ്പോൾ ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മേജറായിട്ടുള്ളത് ടെസ്റ്റിസ് ആണ്.
സോ ടെസ്റ്റിസ് ആണ് മേജറായിട്ടുള്ളത്. അതിൽ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടു testicular lobules, 250, almost 250 testicular lobules are present. That testicular lobule contain 1, 2, 3 seminiferous tubule. Okay, seminiferous tubule contains two type of cell, spermatogonia cell and Sertoli cell. Spermatogonia produce germs, sperm. Sertoli cell is supporting cell. It provides nutrients to the spermatogonia cells. And the space between this seminiferous tubule that contains specialized cells called Leydig cells, interstitial cells of Leydig cells, that secrete a hormone called androgen. And seminiferous tubule join to form a structure, a network structure called rated testis, and rated testis joins to form a vas efferentia piercing through the tunica albuginea, goes out of this tunica albuginea and connected to another coiled and folded, highly coiled folded tube called epidermis. What is the function of epidermis? Temporary storage of sperm. Okay, from the epidermis a partially coiled tube arises. It is called vas deferens. Vas deferens near the urinary bladder. This vas deferens from each side, either side of the body, vas deferens joins with a duct from the seminal vesicle and form a duct called ejaculatory duct. Into that region, all the ducts from the bulbourethral gland, prostate gland joins to this ejaculatory duct and opens into urethra, and a common urinogenital duct is formed. Okay, a urinogenital duct, urethra, goes through the penis. Penisludeyaanu pogunnathu. Penis has two region, basal root region and a free body called shaft. Shaft എന്ന് പറയുന്ന region കാണാം. Okay, അതിൻ്റെ ഏറ്റവും tip of the penis is called glans penis. Glans penis is covered by a loose fold of skin called prepuce or foreskin. Loose fold of skin is called foreskin. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അടുത്ത ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കാം.